വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡ് 3, വെസ്റ്റ് ഹാം 0. 3 ഗോൾ അടിച്ചു, 3 പോയിന്റ് കിട്ടി. അതുപോലെ സാധാരണ ചെയ്യാറുള്ള പോലെ കുറേ ഗോളുകളൊന്നും കൺസീഡ് ചെയ്തില്ല. ഇതെല്ലാം പോസിറ്റീവാണ്. പക്ഷേ ഓവറോൾ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടൈറ്റ് കളിയായിരുന്നു. നമ്മളങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ക്ലിനിക്കലായിരുന്നു, ആ കാര്യം എടുത്തു പറയണം. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം നമ്മൾ ക്ലിനിക്കലല്ല, ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ആയിരുന്നു. ഈ ഒരു കളിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ക്ലിനിക്കലായിരുന്നു. ഹോയിലൻഡിൻ്റെ ഫസ്റ്റ് ഗോൾ അടിപൊളി ഗോളായിരുന്നു. പുള്ളി 1-2 പേരെയൊക്കെ ഒന്ന് ട്രിക്ക് ചെയ്ത് നല്ലൊരു അടിപ്പം ഗോളാണ് അടിച്ചത്. ഇപ്പോൾ 4 ഗോള് തുടർച്ചയായി അടിച്ചിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഗുഡ്. അപ്പോൾ മുപ്പര് ബെറ്ററായി വരട്ടെ എന്ന് മാത്രം പറയാം. അപ്പോൾ എന്തായാലും നമ്മളൊരു യങ്സ്റ്റർ തന്നെയാണ് ഹോയിലൻഡ്. സോ ഹോപ്പ്ഫുള്ളി മേ ഹിസ് ഫോം കണ്ടിന്യൂ എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഗാർനാച്ചോ അടിച്ച 2 ഗോളുകളാണെങ്കിൽ നല്ല ഗോളുകളായിരുന്നു. അപ്പോൾ ഫിനിഷിംഗ് വൈസ് നമ്മൾ ഇന്നലെ ഓക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് കൺട്രോൾ, ആ ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ 2 ഗോൾ ലീഡ് എടുത്തതിന് ശേഷവും ഇപ്പോൾ ചിലപ്പോൾ അവന്മാർ തിരിച്ചടിച്ചേക്കാം എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വൺസ് അഗെയിൻ സെറ്റ് പീസിൽ നമ്മൾ വീണ്ടും ദുരന്തമാണ്. അപ്പോൾ ഫസ്റ്റത്തെ അവനാനയുടെ ഒരു നല്ലൊരു സേവ് ഉണ്ടായി. അപ്പോൾ അത് ശരിക്കും ക്ലിയർ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വെസ്റ്റ് ഹാമിന്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ അവർക്ക് സെറ്റ് പീസ് കിട്ടുന്ന സമയത്തൊക്കെ ഉള്ളിലൊരു പെടപ്പാണ്. കാരണം ഇപ്പോൾ ചിലപ്പോൾ അവന്മാർ അടിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആണ്. എന്തായാലും ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാൻ സാധിച്ചത് നല്ല കാര്യമാണ്. പക്ഷേ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസാൻഡ്രോയുടെ നഷ്ടം തന്നെയാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഇത് ലിസാൻഡ്രോയ്ക്ക് ഇന്നലെ വന്ന ഇഞ്ചുറി അല്ലെങ്കിൽ ലിസാൻഡ്രോയ്ക്ക് വരുന്ന ഇഞ്ചുറികളൊക്കെ മൂപ്പരുടെ ഒരു പ്ലേയിങ് സ്റ്റൈലിൻ്റെ ആണെന്ന് പറയുള്ളൂ. ലിസാൻഡ്രോ നമുക്കറിയാം ഭയങ്കര അഗ്രസീവായിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു താരമാണ്. കാരണം പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യും, അതുപോലെ കൈയും തലയും എന്ത് ചെയ്തും ഡിഫെൻഡ് ചെയ്യും. അങ്ങനെ ഒരു 100% ഔട്ട്പുട്ട് ഇടുന്നൊരു പ്ലെയറാണ്. പക്ഷേ ചില സമയത്തൊക്കെ ഈ പറയുന്ന ഒരു ബോഡിയുടെ കാര്യം കൂടി മൂപ്പരൊന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്നലെ ആണെങ്കിലും ആ ഒരു ഡ്യൂവലിൻ്റെ സമയത്ത് ഇവൻ വന്ന് മേത്തേക്ക് വീണാണ്. വെസ്റ്റ് ഹാം പ്ലെയർ വന്ന് മേത്തേക്ക് വീണു, കാല് ചെറുതായിട്ട് തിരിഞ്ഞു. ലിഗമെൻ്റ് ഒന്നും ഇഞ്ചുറി ഒന്നും വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ ACL ഇഞ്ചുറി ഒന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും സീരിയസ് ആയിട്ടുള്ള എന്ത് ഇഞ്ചുറി ആണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അങ്ങനെയൊക്കെ മൂപ്പർ ഔട്ടായേക്കാം. അതൊരു ബാഡ് കാര്യം തന്നെയാണ്. കാര്യം ലിസാൻഡ്രോ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഫുൾ ഫിറ്റായിട്ട് മുമ്പ് തിരിച്ചു വന്നപ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാണാം. മുപ്പർ എങ്ങനെയാണ് ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ ഡിഫെൻസീവ്ലി ആണെങ്കിലും എല്ലാ രീതിയിലും ടീമിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന പ്ലെയറാണ് ലിസാൻഡ്രോ. നമ്മുടെ ബെസ്റ്റ് ഡിഫൻഡറാണെന്ന് തന്നെ പറയാം. പക്ഷേ ഇതാണ് ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ആഫ്റ്റർ ഡിസപ്പോയിൻമെൻറ്റ്. ഈവൻ വെൻ വി വിൻ അപ്പോഴും ഡിസപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ അതാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ മൂഡ് പോയെന്ന് പറയാം. അപ്പോൾ എന്തായാലും 3-0 നല്ലൊരു വിജയം. അതുപോലെ വെസ്റ്റ് ഹാമിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. മഗ്വയറിൻ്റെ ഭാഗത്തുനിന്ന് 1-2 നല്ല എറേഴ്സൊക്കെ വന്നിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കവർ ചെയ്ത് പോയി. വെസ്റ്റ് ഹാം എന്തായാലും ഒരിക്കലും നമുക്ക് മോശം ടീമെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രീമിയർ ലീഗ് ടീം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ കുറച്ച് കാണിക്കാൻ പറ്റില്ല. അവർക്കെതിരെ 3 ഗോളുകൾ അടിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം തരുന്നൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ റിയലിസ്റ്റിക്കലി ടോപ്പ് 4 എന്നൊക്കെ പറയാനുള്ളൂ. ഐ ഡോണ്ട് കെയർ അബൌട്ട് ടോപ്പ് 4 മാൻ. എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ പറഞ്ഞ പോലെ സീസൺ കളിക്കണേ എന്തെങ്കിലും പർപ്പസ് വേണമല്ലോ, അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.